നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വെള്ളാപ്പള്ളിയെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്തു കടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് അകലാൻ കാരണമെന്ന ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് MA ബേബി. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യപാനം, 3 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പരിശോധന നടത്തിയത് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന്. വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവ്. ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്തു നിന്നും ഓടിച്ചുവിട്ട ആനകൾ പ്ലാന്റേഷൻ മേഖലയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയെന്ന് ആരോപണം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ അയ്യമ്പുഴ നിവാസികൾ റോഡ് ഉപരോധിച്ചു. 6ാം കിരീട സ്വപ്നവുമായി ലോകകപ്പിൽ മഞ്ഞപ്പട കളത്തിലിറങ്ങുന്നു. ബോസ്നിയയ്ക്കെതിരെ സമനിലയുമായി തടിതപ്പി കാനഡ. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതർക്ക് മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി നൽകി വന്നിരുന്ന ഇഞ്ചക്ഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. മരുന്നിന് പണം കണ്ടെത്താനാകാതെ വലഞ്ഞ രോഗികൾ. വാർത്തകൾ വിശദമായി. വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്തു കടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് അകലാൻ കാരണമെന്ന് ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ നടന്ന EMS സ്മൃതി ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ പഴയ അവതാര പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരായ ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഇത്തരം അവതാരങ്ങൾ അകത്തു കടന്നത് സത്യമാണെങ്കിൽ അത്തരക്കാരെ അകറ്റണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. താൽക്കാലികമായിട്ട് വന്നു പോകുന്ന ചില ആൾക്കാരുണ്ടാകും. ലാഭം തേടി വരുന്നവർ, അപ്പോൾ നേട്ടം തേടി വരുന്നവർ, പദവികൾ സ്ഥാനമാനങ്ങൾക്കെല്ലാം വേണ്ടി വരുന്നവർ, അവരെല്ലാ ബന്ധുക്കൾ, അവരെപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ചില അവതാരങ്ങൾ അവരെവിടെ അത്തരക്കാരുണ്ടായിരുന്നു. നമ്മളെ തേടി വരുമെന്നും നാം സൂക്ഷിക്കണമെന്നും നാം അകറ്റി നിർത്തണമെന്നും പിണറായി വിജയൻ പറഞ്ഞ ആ അവതാരങ്ങൾ പിന്നെ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, നമ്മളെ സ്വാധീനിച്ചോ, നമ്മുടെ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അവർ നിമിത്തമായോ? ആ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടാൻ പാടില്ല. ഭയപ്പാട് കൂടാതെ ചോദിക്കണം. ആ ചോദ്യം ഉണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ അത്തരം അവതാരങ്ങളെ നാം തീർച്ചയായിട്ടും അകറ്റിയേ മതിയാകൂ, അകറ്റിയേ തീരൂ. അതാണ് പാഠം. ആ പാഠം, അത്തരം തിരുത്തൽ, അതിലൂടെയാണ് ഇടതുപക്ഷം അതിൻ്റെ ബന്ധുക്കളിലേക്കുള്ള അതിൻ്റെ പാലം ഇനിയും കെട്ടിപ്പടുക്കേണ്ടത്. ഇളകില്ല എന്ന് കരുതിയ കോട്ടകൾ ഇളകിയത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. EMSന്റെയും അച്യുതമേനോന്റെയും പാർട്ടികൾ രണ്ടായി പോകാൻ ഇനി കഴിയില്ല. പരസ്പരം പടവെട്ടിയപ്പോൾ വലതുപക്ഷം പലതും കൈയടക്കി. അച്യുതന്റെ പേര് കേട്ടാൽ EMS പ്രതികൾ കൈയടിക്കാമോ? ആ ചോദ്യം ഇനി വേണ്ട. EMSന്റെ പേര് കേട്ടാൽ CPIക്കാർക്ക് കൈയടിക്കാമോ? ആ ചോദ്യവും വേണ്ട. EMSന്റെയും അച്യുതന്റെയും പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടി രണ്ടായി. അതിന്റെ പ്ലസും മൈനസും ഞാൻ ഇപ്പോൾ കണക്കെടുക്കുന്നില്ല. പക്ഷെ നാം ഇപ്പോൾ രണ്ടാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, രണ്ടായിട്ട് ഏറെക്കാലം നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ്. നാം പലപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത പലതും, ഏറ്റുമുട്ടിയ പലതും വാസ്തവത്തിൽ അത്ര പ്രധാനമായിരുന്നില്ല. ഇടയിൽ കൂടി ശത്രുവർഗം ശക്തി പ്രാപിച്ചതും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയതും നാം വേണ്ടത്ര അറിയാതെ പോയിട്ടുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. വർഗബന്ധുക്കൾക്ക് വിമർശനമുള്ളതുകൊണ്ടാണ് ഇത്ര വലിയ തോൽവി ഉണ്ടായത്. വികസനം മാത്രം തലയ്ക്ക് പിടിച്ചപ്പോൾ പ്രകൃതിയെ മറന്നു. തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ നിരത്തി അവ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന ചർച്ച CPMലും CPIയിലും നടക്കുന്ന വേളയിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഇത്തരമൊരു പരസ്യ പ്രസ്താവന എന്നത് വീണ്ടും വെള്ളാപ്പള്ളി വിഷയം പാർട്ടികൾക്കിടയിൽ സജീവ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. TCV തൃശൂർ. EMS സ്മൃതി ദേശീയ സെമിനാറിന് തൃശൂരിൽ തുടക്കമായി. കേരളത്തിൽ സാംസ്കാരിക നെടുനായകത്വം വഹിച്ച ഇടതുപക്ഷത്തിന് ശോഷണവും വിള്ളലും വീടെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
രാഷ്ട്രീയ മേഖലയിൽ നടക്കുന്നത് അസ്വസ്ഥപ്പെടുത്തുന്ന തീവ്ര വലതുവൽക്കരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളോടെ BJP കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അധികാരം കൈയാളി RSS തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള ഉപകരണമായി സർക്കാർ സംവിധാനങ്ങളെ മാറ്റുന്നു. RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രത്യയശാസ്ത്ര സമരം വേണം, രാഷ്ട്രീയ പോരാട്ടം വേണം, സംഘടനാപരമായ പ്രവർത്തനം പ്രസക്തമാണ്, സാംസ്കാരികമായ പ്രവർത്തനവും സാംസ്കാരികമായ പോരാട്ടവും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ രാജ്യം മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള, അത് ഫലത്തിൽ മനുവാദ രാഷ്ട്രമാണ്. പുറമേ വരുന്നെല്ലാം വർണ്ണ ഉടയാടകൾ അണിയിച്ച് ഈ കാലത്തിന് പറ്റിയ വിധത്തിലുള്ള ഒരു മനുവാദ പദ്ധതിയാണ് ഹിന്ദു രാഷ്ട്രവാദം. അതിനെതിരായ പോരാട്ടത്തിൽ സാംസ്കാരിക രംഗത്തെ പോരാട്ടത്തിനും വളരെ വലിയ പ്രാധാന്യം. ഇടതുപക്ഷത്തിന്റെ അശ്രദ്ധയും ജാഗ്രതക്കുറവും ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ RSS നയിക്കുന്ന BJP അധികാരത്തിലെത്താൻ ഒരു കാരണമായി. SIR ഗൗരവമായി കാണണം. മതവിമർശനമുള്ളവരാണ്, മതനിഷേധികളല്ല കമ്മ്യൂണിസ്റ്റുകാർ. സംസ്കാരത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും മാത്രമേ ഇന്ന് നേരിടുന്ന വലതുപക്ഷ ഭീഷണികളെ മറികടക്കാനാകൂവെന്നും തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിലും അർത്ഥവത്തായ ഭാവിക്ക് വേണ്ടി ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയവ്യക്തത വരുത്തിയ നേതാവാണ് EMS എന്നും വർത്തമാനകാലത്തും അദ്ദേഹത്തിന്റെ ആശയവ്യക്തത പ്രസക്തമാണെന്നും അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി ചെയർമാൻ കൂടിയായ K രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സെമിനാറിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, ഡോക്ടർ R ബിന്ദു, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംഘാടക സമിതി കൺവീനർ C ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സെമിനാർ ഞായറാഴ്ച സമാപിക്കും. TCV തൃശൂർ. രാഹുൽ ഗാന്ധിക്കെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചില മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് MA ബേബി പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMനോളം പൊരുതിയിട്ടുള്ള പാർട്ടി വേറെയുണ്ടോ എന്ന് ഓർക്കണം. CPMും BJPയും തമ്മിൽ ഡീൽ എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പിണറായിയെ രാഹുൽ ആലിംഗനം ചെയ്യണമെന്ന് താൻ പറയില്ല. ആലിംഗനവും സ്നേഹവും ഉള്ളിൽ നിന്നും വരുന്ന കാര്യമാണെന്നും MA ബേബി പറഞ്ഞു. ഇന്ത്യ മുന്നണി യോഗത്തിൽ DMKയോടുള്ള സമീപനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് വ്യക്തമായിരുന്നില്ല. DMK മുന്നണിയുടെ ഭാഗമായാണ് കോൺഗ്രസ് 5 സീറ്റ് നേടിയത്. രാജ്യസഭാ സീറ്റും DMKയോട് സംസാരിച്ച് കോൺഗ്രസ് നേടിയെടുത്തിരുന്നു. DMKയുടെ വാത്സല്യവും പരിചരണവും പരിഗണനയും ആവോളം കോൺഗ്രസ് ആസ്വദിച്ചു. CPM TVKയെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം DMKയെ അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ അധികാരത്തിന്റെ വല്ലാത്ത ആർത്തി ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ലെന്നും MA ബേബി പറഞ്ഞു. അദ്ദേഹം പാർലമെന്റിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഞാൻ കണ്ടത്. പിണറായി ആലിംഗനം ചെയ്യാൻ എനിക്ക് കഴിയില്ല, രാഷ്ട്രീയ വിയോജിപ്പ് മൂലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വന്നതും ഈ രംഗമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. എന്നാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. CPMൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ AICCയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് ഞാനൊരു കത്ത് അയച്ചിരുന്നു. അത് മാധ്യമങ്ങളും സമ്പാദിച്ച് ചില ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലുന്നയിച്ചിരുന്ന കാര്യം സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾക്ക് പലപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ പരസ്പരം രാഷ്ട്രീയമായിട്ട് എതിരിടേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ത്യ ബ്ലോക്ക് സംഘടിപ്പിക്കുന്നതിന് CPIM വളരെയധികം സംഭാവന ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. മധുര സ്വദേശിനിയായ മാതാവിനോടൊപ്പം തമിഴ്നാട്ടിലായിരുന്ന കുട്ടികൾ കഴിഞ്ഞ 8-ാം തീയതിയാണ് മംഗലത്ത് എത്തിയത്. അതിനാൽ തന്നെ എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരത്തെ ജലസ്രോതസ്സുകളിൽ നിന്നെല്ലാം ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാതെയാണ് കുടുംബം ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്താങ്കല്ല് പരിസരത്ത് ഇന്റർ സെക്ടർ മീറ്റിംഗും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ
മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MF പോൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ ആസാദ്, മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയ് ചന്ദ്രൻ, MR സജിത തുടങ്ങിയവർ പങ്കെടുത്തു. TCV വടക്കാഞ്ചേരി. ഷിഗല്ലോസിസ് രോഗാണുബാധയ്ക്ക് കാരണമാകുന്നത് ഷിഗല്ല വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ. വയറിളക്കമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. എന്നാൽ ഇത് സാധാരണ വയറിളക്കത്തേക്കാൾ ഗുരുതരമാണ്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ഷിഗല്ല രോഗലക്ഷണങ്ങൾ. ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും കുടലിനെ ബാധിക്കുന്നു എന്നതിനാൽ വയറിളക്കം ഉണ്ടാകുമ്പോൾ രക്തവും പുറന്തള്ളപ്പെടാം. 2 മുതൽ 7 ദിവസം വരെ രോഗലക്ഷണങ്ങൾ കാണും. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യപാനം നടത്തിയ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SI ജോളി സെബാസ്റ്റ്യൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അഖിൽ കൃഷ്ണൻ, സജിത്ത് എന്നിവരെയാണ് തൃശൂർ റേഞ്ച് IG സസ്പെൻഡ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുടുങ്ങിയത്. കമ്മീഷണർക്ക് ലഭിച്ച വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി SHOയോട് ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പരിശോധനയിൽ ഗ്രേഡ് SIയും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചതായി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് കുന്നംകുളം ACPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു. ACPയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് നടപടി. വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവിൽ ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്തു നിന്നും ഓടിച്ചുവിട്ട ആനകൾ മൂലം പ്ലാന്റേഷൻ മേഖലയിലെ ജനജീവിതം താറുമാറായെന്ന് ആരോപണം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ അയ്യമ്പുഴ പഞ്ചായത്ത് നിവാസികൾ റോഡ് ഉപരോധിച്ചു. എറണാകുളം ജില്ലാ അതിർത്തിയായ വെറ്റിലപ്പാറ പാലത്തിന്റെ മറുകരയിൽ നടന്ന ഉപരോധത്തിൽ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായി. സ്വകാര്യ വാഹനത്തിൽ സ്ഥലത്തെത്തിയ അതിരപ്പള്ളി SHOയെ പ്രതിഷേധക്കാർ തടഞ്ഞു. റോഡിൽ കുത്തിയിരുന്നവരോട് പിരിഞ്ഞു പോകാൻ SHO മനീഷ് ആവശ്യപ്പെട്ടതാണ് വാക്ക് തർക്കത്തിനിടയാക്കിയത്. ഇതിനിടെ അയ്യമ്പുഴ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും പ്രതിഷേധക്കാർ എത്തിയപ്പോൾ പോലീസ് വിരട്ടി ഓടിച്ചുവെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. മെയ് 30 അതിരപ്പള്ളി പഞ്ചായത്തിലെ വൈശ്ശേരിയിൽ മോഹനൻ എന്ന ഗൃഹനാഥനെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സ്ഥലത്തെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോൺ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ആനകളെ തുരത്തുന്ന ദൌത്യത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കി. 6 സംഘങ്ങളായി തിരിഞ്ഞ് രാവും പകലും ആനകളെ വിരട്ടി ഓടിക്കുന്നുണ്ട്. പുഴ കടന്ന് മറുകരയിലേക്ക് പോകുന്ന ആനകൾ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ ചുറ്റിത്തിരിയുകയാണ്. ഇതാണ് തോട്ടം തൊഴിലാളി മേഖലയെ ഭീതിയിലാക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി കളത്തിലിറങ്ങുമോ എന്ന ആകാംക്ഷയിൽ കായിക കേരളം. പുലർച്ചെ 12:30 സ്വിറ്റ്സർലാൻഡിൽ നേരിടുന്ന ഖത്തർ ടീമിൽ ഉൾപ്പെട്ട കണ്ണൂർ വളപ്പട്ടം സ്വദേശി തഹ്സീൻ മുഹമ്മദ് ജംഷീദിന് ഗ്രൌണ്ടിലിറങ്ങാൻ അവസരം ലഭിച്ചാൽ അത് ചരിത്രമാകും. അതേസമയം ഈ ലോകകപ്പിൽ ബ്രസീൽ ആദ്യ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. നാളെ പുലർച്ചെ 3:30 തുടങ്ങുന്ന മത്സരത്തിൽ മൊറോക്കോയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ബ്രസീൽ നിരയിൽ സൂപ്പർ താരം നെയ്മറിന് പരിക്ക് മൂലം നാളെ കളിക്കാൻ കഴിയില്ല.
ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ ആതിഥേയരായ കാനഡയ്ക്ക് ആശ്വാസ സമനില. 79-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ കൈൽറാഡിനാണ് കാനഡയുടെ സമനില ഗോൾ നേടിയത്. 21-ാം മിനിറ്റിൽ ജോവോ ലുക്കിച്ചാണ് ബോസ്നിയയ്ക്കായി ഗോൾ അടിച്ചത്. അതേസമയം ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ USA പരാഗ്വയെ 1-നെതിരെ 4 ഗോളുകൾക്ക് തകർത്തു. മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ USAയ്ക്ക് വേണ്ടി ഫോലറിൻ ബലോഗൺ ഇരട്ട ഗോൾ നേടി. കളി അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ജിയോവാനി റെയ്നയിലൂടെ 4-ാം ഗോളും നേടി ആതിഥേയർ ആധിപത്യം പൂർണ്ണമാക്കി. ലോകം ഫുട്ബോൾ ആവേശത്തിൽ അമരുമ്പോൾ അർജന്റീനയോടുള്ള അടങ്ങാത്ത ആരാധന പ്രകടിപ്പിക്കാൻ വ്യത്യസ്തമായ മാർഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ സ്വദേശിയായ ഷെഹസാദ്. അർജന്റീനയുടെ വർണ്ണങ്ങൾ പതിപ്പിച്ച മിനി കൂപ്പർ കാറുമായാണ് ഷെഹസാദ് നിരത്തിലിറങ്ങിയത്. അയർലൻഡിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഷഹസാദ് അടുത്ത മാസം പഠനത്തിനായി മടങ്ങാനിരിക്കെയാണ് പ്രിയപ്പെട്ട ടീമിനോടുള്ള സ്നേഹം ഈ രീതിയിൽ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്. കുടുംബവും കടുത്ത അർജന്റീന ആരാധകരാണെന്ന് ഷഹസാദ് പറയുന്നു. വാഹനം നിരത്തിലിറക്കിയതോടെ ആരാധകരുടെ തിരക്കാണ്. ലയണൽ മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ് ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും സെൽഫി എടുക്കാൻ തടിച്ചുകൂടുന്ന ആരാധകരെ കാണുന്നത് വലിയ സന്തോഷമാണെന്ന് ഷഹസാദ് പറയുന്നു. ഇത് നമ്മൾ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോ മെസ്സിയുടെ ഒക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴാണ് ചെയ്തു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്, അങ്ങനെ ചെയ്തതാ. പിന്നെ ആൾക്കാരൊക്കെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര രക്ഷയില്ല. പിള്ളേരും എല്ലാരും വന്നിട്ട് ഫോട്ടോ എടുക്കാനാണെങ്കിലും പിള്ളേരൊക്കെ പിന്നാലെ ഓടി വന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങളിൽ പലരും സ്റ്റിക്കറുകൾ പതിക്കാറുണ്ടെങ്കിലും ഒരു മിനി കൂപ്പറിൽ ഇത്തരം ഒരു പരീക്ഷണം ആദ്യമാണ്. ഷഹസാദിന്റെ വേറിട്ട മാതൃക കണ്ട് ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ ആരാധകരും തങ്ങളുടെ വാഹനങ്ങളിൽ ആ രാജ്യങ്ങളുടെ നിറങ്ങൾ നൽകാനുള്ള തിരക്കിലാണ്. ലോകകപ്പ് ഫുട്ബോൾ അവസാനിക്കുന്നതോടെ കാർ പഴയ രൂപത്തിലേക്ക് മാറ്റുമെന്ന് ഷഹസാദ് വ്യക്തമാക്കി. ECV ഗുരുവായൂർ. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗം ബാധിച്ചവർക്ക് സർക്കാരിൽ നിന്ന് മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി നൽകി വന്നിരുന്ന ഇഞ്ചക്ഷൻ കിട്ടാതായിട്ട് മാസങ്ങളായി. ഇതുമൂലം വലിയൊരു സംഖ്യ മരുന്നിനായി കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് പല രോഗികളും. അരിമ്പൂർ പഞ്ചായത്ത് നൽകിയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ഉപജീവനമാർഗം കണ്ടെത്തുന്ന എറവ് സ്വദേശി ഐനിക്കൽ ജെയ്സൺ യുവാക്കളെ ഗുരുതരമായി ബാധിക്കുന്ന അപൂർവ വാതരോഗമായ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതനാണ്. മരുന്ന് ലഭിക്കാതായതോടെ ജെയ്സൺ ദുരിതത്തിലാണ്. 2013 മുതൽ ജെയ്സന് ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ചെയ്തു വരുന്നുണ്ട്. 2021 മുതൽ സർക്കാർ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജ് വഴി ഇഞ്ചക്ഷൻ സൗജന്യമായി ലഭിച്ചു വന്നിരുന്നു. എന്നാൽ 3 മാസത്തിലേറെയായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരുന്ന് സ്റ്റോക്കില്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജെയ്സൺ. നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ ഒരു മാസം ഒരു 25 രൂപയുടെ അടുത്ത് നമുക്ക് മാസത്തിന് തന്നെ കാണേണ്ടി വരും. ഒരു കോഴ്സ് 12 എണ്ണാണ് വേണ്ടത്. 25,000 രൂപ നമുക്ക് മാസത്തിൽ ഒരു 4 ഇഞ്ചക്ഷൻ ചെയ്യുന്നെങ്കിൽ 25,000 രൂപ ചുരുങ്ങിയത് ഏറ്റവും കുറവ് ഡോസിന്റെ ഇഞ്ചക്ഷൻ ചെയ്യണം നമുക്ക് വേണം. അതുപോലെ ഒരുപാട് രോഗികളുണ്ട് ഈ അസുഖമുള്ളവര്. അവർക്ക് എല്ലാവരും ഇപ്പൊ ഒരു ദുരിതത്തിലാണ്. ഇപ്പൊ ഈ 3-4 മാസമായിട്ട് തീരെ വിതരണം ഇല്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഈ അസുഖമുള്ളവർക്ക് ഇങ്ങനെ ഒരു മരുന്ന് വിതരണം നിലവിൽ നിലച്ചൊരവസ്ഥയാണ്. സർക്കാർ ഇതൊരു തുടർന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഞങ്ങള്. സർക്കാരിന്റെ ഭാഗത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നട്ടലിനെയും ഇടുപ്പലിനെയും ബാധിക്കുന്ന ഈ രോഗത്തിന് രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, ദീർഘനേരം ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥ തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ക്രമേണ ചലനശേഷി ഇല്ലാതാകുന്ന സ്ഥിതിയാകും. ജെയ്സൺ ഇപ്പോൾ 1 മാസത്തേക്കുള്ള മരുന്ന് കുറഞ്ഞ ഡോസിൽ പുറമെ നിന്ന് വാങ്ങണമെങ്കിൽ 25,000 രൂപയോളം ചെലവ് വരും. തന്നെ പോലുള്ള രോഗികൾ ഇതുമൂലം കഷ്ടത അനുഭവിക്കുകയാണെന്ന് ജെയ്സൺ പറഞ്ഞു. ജെയ്സന്റെ വിവരമറിഞ്ഞ് കാണാനെത്തിയ C. രവീന്ദ്രനാഥ് MLAക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. TCV തൃശൂർ. സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകന്റെ ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിൽ ദേവസ്വം മന്ത്രിയെ വെട്ടിലാക്കി സണ്ണി ജോസഫ്. ദേവസ്വം മന്ത്രിയാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. മന്ത്രിയും മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കും. സർക്കാർ തല കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യണമെന്നില്ല. അപാകതകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ കാര്യമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല. ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കുന്നുണ്ട്. ഇല്ല, പാർട്ടി തലത്തിൽ അത്തരം കാര്യങ്ങളൊന്നും, ഗവൺമെൻറ് തല കാര്യങ്ങളൊന്നും
ഗവൺമെൻറ് തലത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ അപാകതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. അത് ദേവസ്വം മന്ത്രിയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് അദ്ദേഹമായിട്ട് ആലോചിക്കാം നമുക്ക്. KPCC അധ്യക്ഷനും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫിന് തൃശൂർ DCCയിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മന്ത്രിയെ ഷോൾ അണിയിച്ചു. തുടർന്ന് മധുരം നൽകി. നേതാക്കളായ ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കാളികളായി. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ ജീവനക്കാർക്ക് സർക്കുലർ പുറത്തിറക്കി KSRTC. ജില്ലയിൽ 153 ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിക്കുക. ബസിന്റെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. സ്ത്രീകൾക്ക് 0 എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് നൽകും. കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. അധിക ലഗേജിന് ചാർജ് ഈടാക്കണം. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് നൽകണം. സൗജന്യ യാത്ര ഇല്ലാത്ത ബസ്സിൽ കയറിയാൽ സ്ത്രീകളോട് ഇക്കാര്യം മുൻകൂട്ടി പറയണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്താകെ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യം ലഭിക്കുക. ജില്ലയിൽ 153 ബസ്സുകളിൽ പണം കൊടുക്കാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. സിറ്റി, ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ടൗൺ ടു ടൗൺ, പോയിന്റ് ടു പോയിന്റ്, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നീ സർവീസുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. തിങ്കളാഴ്ച രാവിലെ 8:30 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും നടക്കും. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും സൗജന്യമായി യാത്ര ചെയ്യാനാവുക. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂറ്റ് നായ്ക്കുളം സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ 23 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. പന്തലാലുക്കൽ ക്ഷേത്രക്കുളത്തിലാണ് മൃതദേഹം കണ്ടത്. ശനിയാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ക്ഷേത്രക്കുളക്കരയിൽ ഇയാളുടെ വസ്ത്രം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് കുളത്തിൽ നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി. തൃശൂർ പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ദേവസ്വങ്ങൾക്ക് ആശംസകളുമായി അതിരൂപത എത്തുന്നതിന് തുടക്കം കുറിച്ചത് ഫാദർ ഫ്രാൻസിസ് ആലപ്പാടായിരുന്നുവെന്ന് MLA അനുസ്മരിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ ഫാദർ ദേവസി പന്തലൂക്കാരൻ ആമുഖ പ്രഭാഷണം നടത്തി. മാർബോസ്കോ പുത്തൂർ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷ്വ, മുൻ മേയർ MK വർഗീസ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്, ഫാദർ പോൾ പൂവത്തിങ്കൽ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഡേവിഡ് കണ്ണനായിക്കൽ, ജനറൽ കൺവീനർ ബേബി മൂക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് ബി തൃശൂർ ജില്ലാ ഘടകം ഒന്നടങ്കം കേരള കോൺഗ്രസ് ജേക്കബിൽ ലയിച്ചു. കേരള കോൺഗ്രസ് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ, ജില്ലാ സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയിൽ ചേർന്നത്. തൃശൂരിൽ നടന്ന ലയന സമ്മേളനം കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് PM ഏലിയാസ്, ജില്ലാ ട്രഷറർ ബാബു ചേലക്കര, കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ നിലവിലുള്ള കായിക പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കുമെന്ന് കായിക യുവജനക്ഷേമ മന്ത്രി
OJ ജനീഷ്. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 5ാമത് സംസ്ഥാന ഫാസ്റ്റ് 5 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ നെറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നജ്മുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KR സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരങ്ങൾ ഞായറാഴ്ചയും തുടരും. ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസിന്റെ 30ാം വാർഷികാഘോഷം ഒളരിക്കര ബ്രാഞ്ചിൽ സംഘടിപ്പിച്ചു. ഉപഭോക്താക്കളും നിക്ഷേപകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കമ്പനിയുടെ 3 പതിറ്റാണ്ട് നീണ്ട വിജയകരമായ പ്രവർത്തനയാത്രയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾ. ചടങ്ങിൽ കമ്പനിയുടെ വിവിധ സാമ്പത്തിക ഉൽപ്പന്നങ്ങളായ ഗോൾഡ് ലോൺ, നിക്ഷേപ പദ്ധതികൾ, മൈക്രോ ഫിനാൻസ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. ഉപഭോക്താക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിവിധ ആനുകൂല്യ പദ്ധതികളും പരിചയപ്പെടുത്തി. കമ്പനിയുടെ AGM കൃഷ്ണ കലേഷ്, ഡിബഞ്ചർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സുജിത്, സെയിൽസ് ഹെഡ് ദിവ്യ, ക്ലസ്റ്റർ മാനേജർ ഷൈനി, ഗ്രീഷ്മ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ശാഖ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സജീവ സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ ആതിര രാജ്, +2 തലത്തിൽ ഉന്നത വിജയം നേടിയ ഐശ്വര്യ ഷൈജു എന്നീ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഉപഭോക്താവിന് സമ്മാനവും വിതരണം ചെയ്തു. ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസിന്റെ 30 വർഷത്തെ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും വിശ്വാസവും നൽകിയ ഉപഭോക്താക്കൾക്ക് ബ്രാഞ്ച് മാനേജർ അഞ്ജലി നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 9778343193 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ 120 വർഷം മുൻപ് സ്ഥാപിച്ച വലിയ ദീപസ്തംഭം അറ്റകുറ്റപ്പണിക്ക് ശേഷം നവീകരിച്ച് സ്ഥാപിച്ചതിന്റെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി K. മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണം നിർവഹിക്കും. പരമ്പരാഗത തനിമയിൽ 1 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ദീപസ്തംഭം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അതീവ ശ്രദ്ധയോടെയാണ് നവീകരിച്ചിരിക്കുന്നത്. ദീപസ്തംഭത്തിന്റെ പ്രധാന ഭാഗമായ 28.5 അടി ഉയരമുള്ള തടി പുതിയ തേക്കിലാണ് തീർത്തത്. ഇതിന് കൂടുതൽ ഉറപ്പും സുരക്ഷയും നൽകാനായി ഉൾഭാഗത്ത് പൈപ്പ് കേസിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. പഴയ ദീപസ്തംഭത്തിലുണ്ടായിരുന്ന വെള്ളോടിൽ തീർത്ത 13 തട്ടുകളും വിദഗ്ധമായി പോളിഷ് ചെയ്ത് തിളക്കം വരുത്തിയാണ് പുനഃസ്ഥാപിച്ചത്. ദീപസ്തംഭത്തിന്റെ താഴെ ഭാഗത്ത് 2.5 അടി ഉയരത്തിൽ പിച്ചള പൊതിഞ്ഞ് കൂടുതൽ ആകർഷകവുമാക്കിയിട്ടുണ്ട്. 1906 കൊല്ലവർഷം 1085 ചിങ്ങം 1 AICC പ്രസിഡന്റായിരുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി ചേറ്റൂർ ശങ്കരൻ നായരാണിത് വഴിപാടായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ചെന്നൈയിൽ വ്യവസായം നടത്തുന്ന സനിൽകുമാർ എന്ന ഭക്തനാണ് നവീകരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത്. ഈ പുരാതന ദീപസ്തംഭം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന അടയാളങ്ങളിലൊന്നാണ്. ആചാരപരമായ ചടങ്ങുകൾക്കും ഭക്തരുടെ സമർപ്പണങ്ങൾക്കും സാക്ഷിയായ ഈ ദീപസ്തംഭം നവീകരണത്തിലൂടെ ഇനി ദശാബ്ദങ്ങളോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രകാശിച്ചു നിൽക്കും. TCV ഗുരുവായൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരുടെ പെൻഷനേഴ്സ് കൂട്ടായ്മയായ ഉപാസനയുടെ 1ാം വാർഷിക പൊതുയോഗം തൃശൂർ തെക്കേമഠം ലക്ഷ്മി മണ്ഡപത്തിൽ നടന്നു. പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപാസന പ്രസിഡന്റ് കുറ്റമ്പള്ളി വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്റ്റാഫ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മാള മോഹനൻ, സെക്രട്ടറി പാതൂർ മഠം രാമചന്ദ്രൻ, ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, കുന്നം വിജയൻ, ഹരികൃഷ്ണൻ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഗുരുതര രോഗം ബാധിച്ച കുന്നംകുളം കുറുക്കൻപാറ സ്വദേശിയായ യുവാവ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. കുറുക്കൻപാറ കളത്തിൽ തമ്പി മകൻ 37 വയസ്സുള്ള സിബിൻ ഹൃദയത്തിനും ശ്വാസകോശത്തിനും ബാധിച്ച ഗുരുതരമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സിബിന്റെ മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടവരാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കുക മാത്രമാണ് സിബിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക വഴി. ഇതിനായി 70 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. മികച്ച ചികിത്സയ്ക്കായി സിബിനെ ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർ ചികിത്സയ്ക്കായി സിബിൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കാരുണ്യമതികളുടെ സഹായം താഴെ പറയുന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കുന്നംകുളം.
പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇട്യൂട്ടറും സംയുക്തമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ LSS, USS, NMM സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ആദരം കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. എൻട്രൻസ് പരിശീലകൻ P സുരേഷ് കുമാർ, പ്രൊഫസർ NR ജയറാം, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D കൊള്ളന്നൂർ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രതിനിധി C മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ടിന്റെ ഭാഗമായി ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. അയ്യൂർ, പഴുന്നാന, വെള്ളപ്പായ, മുളങ്ങുന്നത്തുകാവ്, ചൊവ്വലൂർപ്പടി എന്നിവിടങ്ങളിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ മർദ്ദനത്തിനിരയായ ഭാര്യയുടെ സഹായ അഭ്യർത്ഥന സ്വീകരിക്കാതിരുന്ന മന്ത്രി OJ ജനീഷിന്റെ നിലപാടിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. വടക്കേനടയിൽ നടന്ന ധർണ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KJ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഷീജ ബാബു, CK ഗിരിജ, രാധിക അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വെള്ളാപ്പള്ളിയെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില അവതാരങ്ങൾ അടുത്തുകൂടി അകത്തു കടന്നതാണോ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് അകലാൻ കാരണമെന്ന് ആശങ്കയില്ലാതെ ചോദിക്കണമെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അഖിലേന്ത്യാ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മാന്യതയും മര്യാദയും പാലിക്കണമെന്ന് MA ബേബി. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. ചേലക്കര പോലീസ് സ്റ്റേഷനിൽ മദ്യപാനം. 3 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പരിശോധന നടത്തിയത് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന്. വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവ്. ചാലക്കുടി പുഴയുടെ വലതുകര ഭാഗത്തു നിന്നും ഓടിച്ചുവിട്ട ആനകൾ പ്ലാന്റേഷൻ മേഖലയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയെന്ന് ആരോപണം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ അയ്യമ്പുഴ നിവാസികൾ റോഡ് ഉപരോധിച്ചു. 6ാം കിരീട സ്വപ്നവുമായി ലോകകപ്പിൽ മഞ്ഞപ്പട കളത്തിലിറങ്ങുന്നു. ബോസ്നിയയ്ക്കെതിരെ സമനിലയുമായി തടിതപ്പി കാനഡ. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതർക്ക് മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി നൽകി വന്നിരുന്ന ഇഞ്ചക്ഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതി. മരുന്നിന് പണം കണ്ടെത്താനാകാതെ വലഞ്ഞ രോഗികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണ.